PSC ബുള്ളറ്റിനിൽ നിന്നുള്ള സന്ധികളും കരാറുകളും എന്ന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ചരിത്രഗതി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ സുപ്രധാന സ്ഥാനമാണ് ഉടമ്പടികൾക്കുള്ളത്. കേരള ചരിത്രത്തിലും നിരവധി പ്രധാനപ്പെട്ട സന്ധികൾ നമുക്ക് കാണാൻ സാധിക്കും. സാമൂതിരിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1498 ഓഗസ്റ്റിൽ കോഴിക്കോട് വിട്ട വാസ്കോഡ ഗാമ യാത്രക്കിടെ കണ്ണൂരിലെ കോലത്തിരിയുടെ ക്ഷണപ്രകാരം അവിടെ ഇറങ്ങി. പോർച്ചുഗീസുകാർക്ക് കോലത്തിരി വാണിജ്യ സംബന്ധമായ എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുകയും അത് സംബന്ധമായി ഗാമയുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ പോർച്ചുഗീസ് ദൗത്യത്തിന്റെ നായകനായ പെട്രോ അൽബാരിസ് കബ്രാൽ ആദ്യം സാമൂതിരിയുമായി ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. എന്നാൽ ചില വ്യാപാര പ്രശ്നങ്ങളെ തുടർന്ന് കബ്രോളിന് കോഴിക്കോട് വിടേണ്ടി വരികയും തുടർന്ന് കൊച്ചിയിലെത്തി അവിടുത്തെ രാജാവിൽ നിന്ന് വ്യാപാരശാല നിർമ്മിക്കുന്നതിന് അനുമതി നേടിക്കൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. 1502 തന്റെ രണ്ടാം വരവിൽ വാസ്കോഡ ഗാമ കൊച്ചി രാജാവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. രാജ്യത്തെ കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലക്ക് ജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളണമെന്നായിരുന്നു വ്യവസ്ഥ. ഈ ഉടമ്പടിയിലൂടെ കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് യഥേഷ്ടം വ്യാപാരശാലകളും സൈന്യ സങ്കേതങ്ങളും സ്ഥാപിക്കുന്നതിനുള്ള അവകാശം ലഭിച്ചു. 1503 കൊച്ചിയിലെത്തിയ അൽബുക്കർക്ക് വ്യാപാരശാലകളുടെ സംരക്ഷണത്തിന് കൊച്ചിയിൽ രാജാവിന്റെ അനുമതിയോടെ ഒരു കോട്ട നിർമ്മിച്ചു. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ കൊച്ചി കോട്ട അഥവാ മാനുവൽ കോട്ട. തങ്ങളുടെ രാജാവിനോടുള്ള ആദരസൂചകമായിട്ടാണ് പോർച്ചുഗീസുകാർ കോട്ടയ്ക്ക് പേര് നൽകിയത്. സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ 1513 ഡിസംബർ 24 ഒപ്പിട്ട സന്ധി പോർച്ചുഗീസുകാർക്ക് ഏറെ അനുകൂലമായിരുന്നു. ഇന്ത്യയിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് സാമൂതിരിയെ പോലൊരു പ്രബലനോട് കൊമ്പുകോർക്കുന്നതിനേക്കാൾ മെച്ചം സൗഹാർദ്ദപരമായ സമീപനമാണ് എന്ന് മുൻ അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠമാണ് ഉടമ്പടിയിലേർപ്പെടാൻ പോർച്ചുഗീസുകാർക്ക് പ്രേരക ശക്തിയായത്. ഈ സന്ധിയിലൂടെ പോർച്ചുഗീസുകാർക്ക് അവർ തന്നെ തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ കോട്ട കെട്ടാനും അവർ ആഗ്രഹിക്കുന്നത് പോലെ കച്ചവടം നടത്താനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് മാറ്റക്കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ കുരുമുളക് വാങ്ങാനും അനുമതി ലഭിച്ചു. സന്ധിക്ക് മുൻകൈയെടുത്ത അൽബുക്കർക്കിന്റെ മരണത്തോടെ സൗഹാർദ്ദത്തിന് വിള്ളൽ വീണു. പൊന്നാനി സന്ധിയിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും ഒപ്പുവെച്ചത് 1540 ജനുവരി 1 ഇതുപ്രകാരം സാമൂതിരി തന്റെ രാജ്യത്തെ കുരുമുളക് കൊച്ചിയിലെ വിലക്ക് പോർച്ചുഗീസുകാർക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചു. അറബികളുടെ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ പോർച്ചുഗീസുകാരുടെ ചീട്ട് വേണമെന്നും സാമൂതിരി മറ്റ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ പോർച്ചുഗീസുകാർ നിഷ്പക്ഷത പാലിക്കണമെന്നുമായിരുന്നു മറ്റു വ്യവസ്ഥകൾ. ഈ സന്ധി രണ്ടു കക്ഷികൾക്കും പ്രയോജനകരമായിരുന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഡ്മിറൽ സ്റ്റീവൻ വാൻഡൻ ഹാഗന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയച്ച സംഘം കോഴിക്കോടെത്തി 1604 നവംബർ 11 സാമൂതിരിയുമായി ഒരു ഉടമ്പടിയുണ്ടാക്കി. ഡച്ചുകാർ ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയുമായി ഉണ്ടാക്കിയ ആദ്യ കരാറായിരുന്നു ഇത്. 1608 കോഴിക്കോടെത്തിയ അഡ്മിറൽ വെർഹോഫ് 1604 വ്യവസ്ഥകൾ ആവർത്തിച്ചുകൊണ്ട് ഒരു പുതിയ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഡച്ചുകാർക്ക് വാണിജ്യ സ്വാതന്ത്ര്യവും സാധനങ്ങൾ സംഭരിക്കാൻ കോഴിക്കോട് ഒരു വലിയ പാണ്ഡകശാലയും അനുവദിക്കപ്പെട്ടു. വ്യാപാര ലക്ഷ്യം മുൻനിർത്തി കേരളത്തിലെ വിവിധ ഭരണാധികാരികളുമായി ഡച്ചുകാർ ഉടമ്പടികൾ ഉണ്ടാക്കി. പുറക്കാട് രാജാവുമായി 1642, 1643 വർഷങ്ങളിലും കായംകുളവുമായി 1643 കൊല്ലവുമായി 1659 ഉടമ്പടികൾ ഉണ്ടാക്കി. 1663 കോലത്തിരിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ കണ്ണൂർ പട്ടണം ഡച്ചുകാർക്ക് വിട്ടുകൊടുക്കാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. 1664 അലി രാജാവുമായി ചെയ്ത ഉടമ്പടിയിലൂടെ ഡച്ചുകാർ തങ്ങളുടെ വ്യാപാര താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിച്ചു. കൊച്ചിയുമായി 1673 1674 ഉണ്ടാക്കിയ ഉടമ്പടികളിലൂടെ ആ രാജ്യത്തെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഡച്ചുകാർക്ക് കഴിഞ്ഞു. ഡച്ചുകാരും കൊച്ചി രാജാവും തമ്മിൽ 1681 വീണ്ടും ഒരു ഉടമ്പടിയുണ്ടാക്കി. അതുപ്രകാരം ഒരു ഡച്ച് ഉദ്യോഗസ്ഥനെ രാജാവിന്റെ മന്ത്രിയായും ഡച്ചുകാരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു കൊങ്ങിണി ബ്രാഹ്മണനെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനായും നിയമിച്ചു. ഇതോടെ രാജാവിനെ അധികാരം നാമമാത്രമായി തീർന്നു. 1697 മുതൽ 1701 വരെ കൊച്ചി ഭരിച്ച രാമവർമ്മയുടെ കാലത്ത് 1698 ഡച്ചുകാരുമായി ഒരു ഉടമ്പടിയുണ്ടാക്കി. ഡച്ചുകാർ ചുങ്കത്തിൽ ഒരു വിഹിതം കൊച്ചി രാജാവിന് അനുവദിച്ചു കൊടുത്തു. കോഴിക്കോടും കൊച്ചിയും തമ്മിൽ പിന്നീടുണ്ടായ 9 വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ചത് 1710 സന്ധിയോടെയാണ്.
ഇതുപ്രകാരം സാമൂതിരി കൊച്ചിയിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ചിലത് കൊച്ചിക്ക് തിരിച്ചു നൽകി. സാമൂതിരി വീണ്ടും 1715 കൊച്ചിയിലേക്ക് പടനീക്കം നടത്തി. 1717 ഡച്ചുകാർ സാമൂതിരിയുമായി ഒരു സന്ധിയിൽ ഏർപ്പെട്ടു. അതനുസരിച്ച് സാമൂതിരി ചേറ്റുവ ദ്വീപും കൊച്ചിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രദേശങ്ങളും ഡച്ചുകാർക്ക് കൈമാറി. മുമ്പ് നടന്ന യുദ്ധങ്ങൾക്ക് ഡച്ചുകാർ പരിഹാരം നൽകാമെന്നും കൊച്ചിയുമായി സമാധാനം പുലർത്താമെന്നും സാമൂതിരി സമ്മതിച്ചു. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ നടന്ന യുദ്ധത്തിനൊടുവിൽ 1742 ഒപ്പുവെച്ച മാന്നാർ ഉടമ്പടി പ്രകാരം മുമ്പ് ദേശിങ്ങനാടിന്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു. പ്രതിവർഷം 1000 രൂപ കപ്പം സമ്മതിച്ച് കായംകുളം തിരുവിതാംകൂറിന്റെ സാമന്ത പദവി സ്വീകരിച്ചു. തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ 1743 മെയ് 22 ഒപ്പുവെച്ച ഒന്നാം മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിലും വിഴിഞ്ഞത്തും ഇടവയിലും ഉള്ള ഇംഗ്ലീഷ് വ്യാപാരശാലകൾക്ക് ശല്യമുണ്ടാക്കുകയില്ല എന്നും ഏതെങ്കിലും യൂറോപ്യൻ ശക്തി തിരുവിതാംകൂറിനെ ആക്രമിക്കുകയാണെങ്കിൽ രാജാവിനെ സഹായിച്ചു കൊള്ളാമെന്നും ഡച്ചുകാർ സമ്മതിച്ചു. തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പോകുകയാണെങ്കിൽ ഡച്ചുകാർ നിഷ്പക്ഷത പാലിച്ചു കൊള്ളാമെന്നുള്ള ഒരു വ്യവസ്ഥ കൂടി കരാറിലുണ്ടായിരുന്നു. ഇത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കി. 1753 ഓഗസ്റ്റ് 15 തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ രണ്ടാം മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചു. തദ്ദേശീയ രാജാക്കന്മാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഡച്ചുകാർ ഏതൊരു കാരണവശാലും പങ്കുചേരില്ല എന്ന നയം പിന്തുടർന്നു കൊള്ളാമെന്ന് തിരുവിതാംകൂറിന് ഉറപ്പു ലഭിച്ച ഈ കരാർ മാർത്താണ്ഡവർമ്മയ്ക്ക് വമ്പിച്ച നേട്ടങ്ങൾ കാരണമായി തീർന്നു. 1757 മാർത്താണ്ഡവർമ്മയും കൊച്ചി രാജാവും തമ്മിൽ ഒരു സൗഹൃദ ഉടമ്പടി ഒപ്പുവെച്ചു. ഈ കരാറിലെ വ്യവസ്ഥകൾ ഇപ്രകാരമായിരുന്നു. ഇരു രാജ്യങ്ങളും എക്കാലവും അന്യോന്യം സുഹൃത്തുക്കളായിരിക്കും. കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു നൽകേണ്ടതില്ല. തിരുവിതാംകൂർ സ്ഥാനഭ്രഷ്ടരാക്കിയ അമ്പലപ്പുഴ, തെക്കുംകൂർ, വടക്കുംകൂർ രാജാക്കന്മാരുമായി കൊച്ചി ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തില്ല. 1762 ധർമ്മരാജാവിന്റെ കാലത്തും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടമ്പടിയുണ്ടായി. കൊച്ചിയിൽ നിന്ന് സാമൂതിരി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വീണ്ടെടുക്കുന്നതിന് തിരുവിതാംകൂറിന്റെ പിന്തുണ വ്യവസ്ഥ ചെയ്യുന്ന സൗഹൃദ സന്ധിയുടെ കരട് കൊച്ചിയിലെ പ്രധാനമന്ത്രി പാലിയത്ത് കോമി അച്ഛന്റെ തിരുവിതാംകൂർ സന്ദർശിച്ച് തയ്യാറാക്കി. തുടർന്ന് 1762 കൊച്ചിയിലെ കേരളവർമ്മ രാജാവ് തിരുവനന്തപുരം സന്ദർശിക്കുകയും ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയുടെയും കോമി അച്ഛന്റെയും സാന്നിധ്യത്തിൽ സത്യവാചകം ചൊല്ലി ഉടമ്പടി അംഗീകരിക്കുകയും ചെയ്തു. കരാർ വ്യവസ്ഥ പ്രകാരം അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ളയുടെയും ഡിലനോയിയുടെയും നേതൃത്വത്തിൽ ഒരു സൈന്യം കൊച്ചിയിലെത്തി സാമൂതിരിയുടെ സേനയെ തോൽപ്പിച്ചു. മുമ്പ് കൊച്ചിക്ക് അധികാരമില്ലാത്ത പ്രദേശങ്ങൾ തിരുവിതാംകൂർ പിടിച്ചെടുക്കുകയാണെങ്കിൽ അവ തിരുവിതാംകൂറിനായിരിക്കുമെന്ന മുൻ ഉടമ്പടി വ്യവസ്ഥ പ്രകാരം ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിന് സ്വന്തമായി. 1763 സാമൂതിരി പത്മനാഭപുരത്തെത്തി ധർമ്മരാജാവിനെ സന്ദർശിച്ചു. തിരുവിതാംകൂറുമായി സൗഹൃദത്തിൽ കഴിയാമെന്നും കൊച്ചിയുമായി ശത്രുത പുലർത്തില്ലെന്നും ഉറപ്പു നൽകിയ സാമൂതിരി യുദ്ധച്ചെലവിനായി 1.5 ലക്ഷം രൂപയും നൽകാമെന്ന് സമ്മതിച്ചു. മൈസൂറിന്റെ ആക്രമണ ഭീഷണിയുടെ സമ്മർദ്ദമാണ് ഈ ത്രികക്ഷി സൗഹാർദ്ദത്തിന് രൂപം നൽകാൻ രാജാക്കന്മാർക്ക് പ്രേരണയായത്. കോഴിക്കോട്ടെ പുതിയ സാമൂതിരി ഹൈദരാലിയുമായി 1768 ഉണ്ടാക്കിയ കരാർ പ്രകാരമാണ് മൈസൂർ സൈന്യം മലബാറിൽ നിന്ന് പിൻവാങ്ങിയത്. ഹൈദരുടെ പിൻഗാമി ടിപ്പു സുൽത്താൻ മലബാറിൽ വീണ്ടും ആക്രമണ പര്യടനം നടത്തി. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് 1784 മാർച്ച് 11 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ടിപ്പുവും തമ്മിൽ ഒപ്പുവെച്ച മംഗലാപുരം സന്ധിയും കേരള ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷുകാർ മലബാറിൽ തങ്ങൾക്കുണ്ടായിരുന്ന അവകാശം ഉപേക്ഷിച്ചു. കൂടാതെ കേരളത്തിലെ രാജാക്കന്മാരെ ടിപ്പുവിന്റെ മിത്രങ്ങളായും ബന്ധുക്കളായും അംഗീകരിക്കുകയും ചെയ്തു. മലബാറിലെ മൈസൂർ ആധിപത്യം മൗനമായി അംഗീകരിക്കുകയാണ് മംഗലാപുരം സന്ധിയിലൂടെ ഇംഗ്ലീഷുകാർ ചെയ്തത്. 1792 ടിപ്പുവും ബ്രിട്ടീഷുകാരും ഒപ്പുവെച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മൈസൂരിന്റെ അധീനതയിലായിരുന്ന മലബാർ പ്രദേശങ്ങൾ ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു. ധർമ്മരാജാവിന്റെ ഭരണകാലത്താണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഭരണത്തിലമരുന്നതിന് കാരണമായ ഉടമ്പടികൾ ഒപ്പുവെക്കപ്പെട്ടത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി എക്കാലവും നല്ല ബന്ധം പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉപദേശിച്ച ശേഷമാണ് അദ്ദേഹത്തിന്റെ മുൻഗാമി മാർത്താണ്ഡവർമ്മ അന്തരിച്ചത്. 1788 തിരുവിതാംകൂറും കമ്പനിയും തമ്മിൽ ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. തിരുവിതാംകൂറിന്റെ രക്ഷയ്ക്ക് ഇംഗ്ലീഷ് സേനയുടെ സേവനം ലഭ്യമാക്കുക എന്നതായിരുന്നു ഉടമ്പടിയുടെ ലക്ഷ്യം.
അതുപ്രകാരം 2 റെജിമെന്റ് ഇംഗ്ലീഷ് സൈന്യം തിരുവിതാംകൂറിൽ നിലയുറപ്പിച്ചു. സമാധാന കാലത്ത് തിരുവിതാംകൂറും യുദ്ധകാലത്ത് കമ്പനിയും പട്ടാളത്തിന്റെ ചെലവ് വഹിക്കണമെന്നതായിരുന്നു വ്യവസ്ഥ. ചിലവ് തിരുവിതാംകൂർ പണമായോ കുരുമുളകായോ നൽകണം. മഹാരാജാവിന് മദ്രാസ് ഗവൺമെന്റുമായി എളുപ്പം സമ്പർക്കം പുലർത്തുന്നതിനു വേണ്ടി ജോർജ് പൗണി എന്ന ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്ത് താമസിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിയമിതനായ ആദ്യ ബ്രിട്ടീഷ് സ്ഥാനപതിയാണ് പൗണി. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നതിന് സാരണമായ ഒരു ഉടമ്പടി 1795 ഒപ്പുവെച്ചു. രാജാ കേശവദാസൻ ദിവാനായിരിക്കെ ഒപ്പുവെച്ച 9 വകുപ്പുകളുള്ള ഈ കരാർ പ്രകാരം നയപരമായ എല്ലാ കാര്യങ്ങളിലും ഇവിടെ നിയമിതനായ ബ്രിട്ടീഷ് റെസിഡന്റുമായി ആലോചിക്കണമെന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രായോഗികാർത്ഥത്തിൽ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലായി. ധർമ്മരാജാവിന്റെ പിൻഗാമിയായ ബാലരാമവർമ്മയുടെ കാലത്ത് 1805 തിരുവിതാംകൂറും കമ്പനിയുമായി ഒരു ഉടമ്പടി കൂടി ഒപ്പുവെച്ചു. ഈ സമയത്ത് ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളെ പ്രഭുവും ദളവ വേലുത്തമ്പിയുമായിരുന്നു. 1795 ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥകളെ പുതുക്കി ഭരണം കമ്പനിയുടെ പരിപൂർണ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം. 1805 ജനുവരി 12-ന് 10 വകുപ്പുകളുള്ള ഉടമ്പടിയിൽ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവിനു വേണ്ടി റെസിഡന്റ് മെക്കാളയും തിരുവിതാംകൂറിനു വേണ്ടി മഹാരാജാവുമാണ് ഒപ്പിട്ടത്. കൊച്ചിയിലെ ശക്തൻ തമ്പുരാൻ 1791 ബ്രിട്ടീഷുകാരുമായി ഏർപ്പെട്ട ഒരു ഉടമ്പടിയിലൂടെ അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ചിരുന്നു. 1795 കൂടി കൊച്ചിയിലെ ഡച്ചു പ്രതാപത്തിന് അറുതി വരുത്തിയ ബ്രിട്ടീഷുകാർക്ക് 1714 ആംഗ്ലോ ഡച്ച് ഉടമ്പടി പ്രകാരം കേരളത്തിലെ ഡച്ചു പ്രദേശങ്ങളെല്ലാം സ്വന്തമായി. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ഫ്രഞ്ച് അധീനതയിലായിരുന്ന മയ്യഴി ഒഴികെയുള്ള കേരളം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. പുഞ്ഞാറിലെ കേരളവർമ്മ വലിയ രാജയും ജോൺ ഡാനിയൽ മൺറോയും തമ്മിൽ 1877 ജൂലൈ 11-ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് കണ്ണൻ ദേവൻ കമ്പനിയുടെ ഉടമ്പടി. 1895 കരാറിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച അണക്കെട്ട് കമ്മീഷൻ ചെയ്തത്.